ഹലോ, നാളെയാണ് അപ്പോയിൻമെൻ്റ് ആവുന്ന ദിവസം. സോ മഴയൊക്കെ ആയിട്ട് ആകെ പണി പാളിയിരിക്കുകയാണ്. കൊല്ലത്താണ് എൻ്റെ വീട്. എനിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത് തൃശ്ശൂരാണ്. പക്ഷേ ഏറ്റവും ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലും അതുവഴിയിട്ട് നല്ല ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അവിടെ പോവേണ്ടതൊന്നും വന്നില്ല. ഇവിടുന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടുള്ള യാത്രയും അപ്പോയിൻമെൻ്റ് ഒക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഡ്രസ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. 5 ദിവസത്തേക്കുള്ള എടുത്തിട്ടുള്ളത്. കാരണം 7-ാം തീയതിയാണ് പെരുന്നാൾ, തിരികെ കയറേണ്ടി വരും. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ്. പുതിയതായിട്ടൊന്നും പാത്രങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അതൊക്കെ പതിയാവാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡൊക്കെ വെക്കേണ്ടി വരും. നമ്മളൊരു വീട് നോക്കിയതിനകത്ത് ഒരു റൂം, ഒരു അടുക്കളയൊക്കെ ഉണ്ട്. ഞാൻ ഒട്ടും എക്സ്പെർട്ട് അല്ല, പക്ഷേ യൂട്യൂബ് ഉള്ളതാണ് ആകെ ആശ്വാസം. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം പതിയെ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന മാതിരി. പിന്നെ കുറച്ച് കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഡിപ്ലോമ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു കിടിലൻ ബുക്കാണ് കേട്ടോ, മാൻ സെർച്ച് ഫോർ മീനിങ്. ഞാൻ ഇതുവരെ വായിച്ചില്ല, പക്ഷേ കുറച്ച് വായിച്ചിട്ടുള്ളത്. ഒരു ബണ്ടിൽ പേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം ഡിപ്ലോമയിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് മാത്സും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പാസ്സാവേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബണ്ടിൽ പേപ്പറൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വേറെ ബുക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ എൻ്റെ വീടിന് ഏറ്റവും അടുത്തായിട്ടുള്ള ശാസ്താംകോട്ട സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ആലുവയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 3 to 4 മണിക്കൂർ കൊണ്ട് ആലുവ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആലുവ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു 3 ബസ് കയറേണ്ടതായിട്ടുണ്ട്. ഞാൻ പറവൂർ എത്തിയപ്പോഴത്തേക്കും ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായമാവും. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോയിൻമെൻ്റ് ആവുന്നതിന് മുമ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. പിന്നീട് ഒരു ജോയിനിങ് ലെറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം അപ്പോയിൻമെൻ്റ് ആവുന്നതിന് മുമ്പ് എഴുതി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്കിനും വീടെത്തിയിട്ടുണ്ട്. ഞാനും ഉപ്പയും കൂടെ ആയിരുന്നു വന്നത്. അപ്പോൾ ഇതാണ് വീട്. ഇതിനകത്ത് ഒരു റൂമുണ്ട്, അതുപോലെ തന്നെ ഒരു അടുക്കള ഉണ്ട്. പിന്നെ ഇതിന് ചേർന്നിട്ട് തന്നെയാണ് ഒരു ബാത്റൂം ഉള്ളത്. അടുക്കളയിൽ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. പിന്നെ 3500 രൂപയാണ് ഇപ്പം നിലവിൽ വാടക. ഇതിപ്പോൾ അടുക്കളയാണ് ഞാൻ നിൽക്കുന്നത്. രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഹലോ ഗായ്സ്, റെഡിയാവുക, പോവുക. ഇഞ്ചൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വേണ്ട വിചാരിച്ചു. ഇനെന്താ പരിപാടി? ഫ്ലാഷ് ബാക്ക്. പ്രത്യേകിച്ച് ഞാൻ നോക്കുന്ന ഫിറ്റർ, ഇലക്ട്രീഷ്യന്, അതുപോലെ തന്നെ കോപ്പ എന്നീ 3 കോഴ്സുകളാണ് ഞാനിപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫിറ്ററാണ് ഇപ്പോൾ അവസാനമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 3 അത്യാവശ്യം നല്ല PSC വഴിയാലും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വിളിക്കുന്ന കോഴ്സുകളാണ്. എല്ലാം IT യുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. അപ്പോൾ എല്ലാം നല്ലത് തന്നെയാണെങ്കിലും